ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം വഖഫ് ഭേദഗതി ബില്ലാണല്ലോ. ഈ വഖഫ് എന്താണെന്നും അതിലെ പുതിയ ഭേദഗതികളും വഖഫ് ബോർഡും ദേവസ്വം ബോർഡും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ ലളിതമായി ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം. ആദ്യമായി എന്താണ് ഈ വഖഫ് എന്ന് നോക്കാം. ഇസ്ലാമിക വിശ്വാസപ്രകാരം ഏതൊരു വ്യക്തിക്കും തൻ്റെ സ്വത്തുക്കൾ അത് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നീക്കാൻ കഴിയുന്നതോ അല്ലാത്തതോ ആയ എല്ലാം ഉൾപ്പെടും. മതപരമായോ ജീവകാരുണ്യപരമായോ ദൈവത്തിന് സമർപ്പിക്കാം. ഇതാണ് വഖഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇങ്ങനെ വഖഫായി സമർപ്പിച്ച വസ്തുക്കൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കില്ല. ഈ വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നതിനോ അതിൽ നിന്നുണ്ടാകുന്ന എന്തെങ്കിലും വരുമാനം എടുക്കുന്നതിനോ കഴിയില്ല. ഇതെല്ലാം പരിപാലിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും വഖഫ് ബോർഡുകളാണ്. ഇന്ത്യയിൽ പണ്ടു മുതലേ ഉള്ള സുൽത്താന്മാരുടെ ഭരണകാലം തൊട്ട് തന്നെ പലയിടങ്ങളിലും ഇങ്ങനെ വഖഫ് ആചാരം ഉണ്ടായിരുന്നെങ്കിലും 1923 ബ്രിട്ടീഷുകാരാണ് മുസൽമാൻ വഖഫ് ആക്ട് എന്ന നിയമം കൊണ്ടുവന്നത്. പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം 1954 ദി സെൻട്രൽ വഖഫ് ആക്ട് എന്ന നിയമം നിലവിൽ വന്നു. ഈ നിയമപ്രകാരമാണ് ഇത്തരത്തിൽ വഖഫായി സമർപ്പിക്കുന്ന സ്വത്തുവകകൾ കൈകാര്യം ചെയ്യുന്നതിന് വഖഫ് ബോർഡുകൾ നിലവിൽ വന്നത്. എന്നാൽ 1995 ഈ നിയമം പുതുക്കുകയും അതിനുശേഷം 2013 വരുത്തിയ മാറ്റവും ഉൾക്കൊള്ളുന്ന നിയമമാണ് നിലവിലുണ്ടായിരുന്നത്. ഇതാണ് ഇന്നലെ, അതായത് ഏപ്രിൽ 2, 2025 പുതിയ മാറ്റങ്ങൾക്ക് വിധേയമായത്. ഇന്ത്യയിൽ ആകെ 32 വഖഫ് ബോർഡുകളാണ് ഉള്ളത്. ഈ ബോർഡുകളെല്ലാം ചേർന്ന് ഏതാണ്ട് 9 ലക്ഷത്തിനടുത്ത് വസ്തുക്കൾ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നുമുണ്ട്. ഇതിൽ 9.5 ലക്ഷം ഏക്കർ ഭൂമി തന്നെ വരും. ഇതെല്ലാം ചേർത്ത് 1.25 ലക്ഷം കോടി രൂപയുടെ മൂല്യമാണ് കേന്ദ്ര ഗവൺമെൻറ് കണക്കാക്കിയിരിക്കുന്നത്. ഇനി ഈ വഖഫ് നിയമത്തിലെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഏപ്രിൽ 2 ഭേദഗതിയിൽ വരുത്തിയത് എന്ന് നോക്കാം. അതിൽ ആദ്യത്തേത്, ഒരാൾക്ക് വാക്കാലുള്ള കരാർ പ്രകാരം സ്വത്തുവകകൾ വഖഫാക്കി മാറ്റാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇത് പിന്നീട് പല തർക്കങ്ങൾക്കും കാരണമാകുകയും ചെയ്തു. എന്നാൽ ഇനി മുതൽ വ്യക്തമായ ഒരു കരാറിൻ്റെ പിൻബലത്തിൽ മാത്രമേ വഖഫിന് ഇങ്ങനെ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട മാറ്റം, ഏതൊരു വ്യക്തിക്കും ഏതു സ്വത്തുവകകളും ഇങ്ങനെ വഖഫാക്കി മാറ്റാമായിരുന്നു. ഈ പുതിയ ഭേദഗതിയോടെ ചുരുങ്ങിയത് 5 വർഷം ഇസ്ലാം മതവിശ്വാസിയായ ഒരാൾക്ക് ഇനി വഖഫ് സമർപ്പിക്കാൻ സാധിക്കൂ. ഇങ്ങനെ വഖഫാക്കി മാറ്റുന്ന സ്വത്തുവകകൾ നിയമപ്രകാരം സ്വന്തം ഉടമസ്ഥതയിൽ ആയിരിക്കുകയും വേണം. അടുത്ത പ്രധാനപ്പെട്ട മാറ്റം, കാലാകാലമായി മതപരമായ വിശ്വാസങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായി ഉപയോഗിച്ചു വരുന്ന സ്വത്തുവകകൾ വഖഫായി കണക്കാക്കാൻ ഈ പുതിയ ഭേദഗതി പ്രകാരം സാധിക്കില്ല. നാലാമതായി, ഈ വഖഫിൽ തന്നെ ഒരു ഉപവിഭാഗം കൂടിയുണ്ട്. അതാണ് പ്രൈവറ്റ് വഖഫ്. ഇതെന്തെന്നാൽ പ്രൈവറ്റ് വഖഫായി മാറ്റിയ സ്വത്തുവകകളിൽ നിന്നുള്ള വരുമാനം കരാർ പ്രകാരം വഖഫ് ബോർഡിനും വഖഫായി നൽകിയ വ്യക്തിക്കുമായി വിധിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വഖഫ് നൽകിയ വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ വിധവയ്ക്കും പെൺമക്കൾക്കും പുതിയ നിയമപ്രകാരം അവകാശമുണ്ടായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട മാറ്റം, വഖഫ് ഭൂമികളും മറ്റും സർവേ ചെയ്യുന്ന രീതികളിലെ പോരായ്മകൾ മാറ്റുന്നതിനു വേണ്ടി വഖഫ് ഭൂമിയുടെ സർവേ നടത്തുന്നത് ഇനി മുതൽ സർവേ കമ്മീഷണർമാർക്ക് പകരം അതാത് ജില്ലാ കളക്ടർമാരായിരിക്കും. ഇതോടെ ഗവൺമെൻറ് ഭൂമിയും വഖഫ് ഭൂമിയും തമ്മിലുള്ള തർക്കം ഇല്ലാതാകും. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ സർക്കാർ ഭൂമി വഖഫ് ഭൂമിയാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് സർക്കാരിന് തന്നെ വന്നു ചേരുകയും ചെയ്യും. അടുത്ത പ്രധാനപ്പെട്ട മാറ്റം, 1995 വഖഫ് നിയമപ്രകാരം വഖഫ് ബോർഡിന് ഏതെങ്കിലും ഒരു സ്വത്തുവക വഖഫിൻ്റേതാണെന്ന് തോന്നിയാൽ അത് അവർക്ക് അന്വേഷണം നടത്തി വഖഫിൻ്റേതാക്കി മാറ്റാൻ കഴിയുമായിരുന്നു. ഏറ്റവും കൂടുതൽ വിവാദമായതും ഈ അവകാശം തന്നെയായിരുന്നു. ഇതിനെതിരെ പരാതിക്കാരന് വഖഫ് ട്രൈബ്യൂണലിൽ പോകാമായിരുന്നെങ്കിലും ട്രൈബ്യൂണലിൻ്റെ വിധി അന്തിമമായിരുന്നു. എന്നാൽ പുതിയ ഭേദഗതി പ്രകാരം പരാതിക്കാരന് തർക്കപരിഹാരത്തിനായി കോടതികളെയും സമീപിക്കാം. 90 ദിവസത്തിനുള്ളിൽ കോടതികളെ സമീപിക്കണം എന്ന് മാത്രം. അടുത്ത മാറ്റം എന്ന് പറയുന്നത് വഖഫ് ട്രൈബ്യൂണലിലെ അംഗങ്ങളെക്കുറിച്ചാണ്. പ്രധാനമായും 3 വ്യക്തികളായിരുന്നു
വഖഫ് ട്രൈബ്യൂണലിൽ ഉണ്ടായിരുന്നത്. ജില്ലാ ജഡ്ജിയുടെ റാങ്കിലുള്ള ഒരാളായിരുന്നു ചെയർമാൻ. രണ്ടാമത്തെ അംഗം അഡീഷണൽ ജില്ലാ ജഡ്ജിയുടെ റാങ്കിലും മൂന്നാമത്തെ അംഗം ഇസ്ലാമിക നിയമങ്ങളിലെ ഒരു പണ്ഡിതനുമായിരുന്നു. ഇനി മുതൽ പുതിയ നിയമപ്രകാരം ഈ ഇസ്ലാമിക നിയമത്തിലെ പണ്ഡിതനെ ഒഴിവാക്കി. ഇത്രയുമൊക്കെയാണ് വഖഫ് നിയമത്തിലെ പുതിയ ഭേദഗതികൾ. ഇനി ദേവസ്വം ബോർഡിനെക്കുറിച്ച് വേഗത്തിലൊന്ന് പറഞ്ഞു പോകാം. ദേവസ്വം എന്നത് ദേവതയുടെ സ്വത്ത് എന്ന് തന്നെയാണ് അർത്ഥം. പണ്ട് ക്ഷേത്രങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് രാജാക്കന്മാരോ പ്രാദേശിക ഭരണാധികാരികളോ ഒക്കെ ആയിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ ക്ഷേത്രഭരണത്തിനു മേൽ സംസ്ഥാനങ്ങൾക്ക് നിയന്ത്രണം നൽകുന്ന നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ക്ഷേത്രഭരണ സംസ്ഥാന സർക്കാരുകൾ പൂർണ്ണമായും ഏറ്റെടുത്തു. ദേവസ്വം ബോർഡുകൾ നിലവിലുള്ളത് പ്രധാനമായും കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലാണ്. കേരളത്തിൽ തന്നെ 5 പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡുകളാണ് ഉള്ളത്. ആദ്യത്തേത് 1950 സ്ഥാപിതമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശബരിമല ഉൾപ്പെടെ 1200-ലധികം ക്ഷേത്രങ്ങളാണ് ഈ ബോർഡിന് കീഴിൽ വരുന്നത്. രണ്ടാമതായി കൊച്ചിൻ ദേവസ്വം ബോർഡ്. മധ്യകേരളത്തിലെ 400-ലധികം ക്ഷേത്രങ്ങൾ ഈ ബോർഡിന് കീഴിലാണ്. മൂന്നാമതായി മലബാർ ദേവസ്വം ബോർഡ്. 2008 രൂപീകരിച്ച ഈ ബോർഡ് വടക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ മേൽനോട്ട ചുമതല വഹിക്കുന്നു. ഇവയ്ക്ക് പുറമെയാണ് കൂടൽമാണിക്യം ദേവസ്വം ബോർഡും ഗുരുവായൂർ ദേവസ്വം ബോർഡും. ഈ 2 ബോർഡുകളുടെയും കീഴിൽ ഓരോ ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ കർണാടകയിലും തമിഴ്നാട്ടിലും ദേവസ്വം ബോർഡുകൾ ഉണ്ടെങ്കിലും ക്ഷേത്രങ്ങളുടെ മേൽനോട്ടവും നടത്തിപ്പും ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റ് അഥവാ HRCE വകുപ്പിൻ്റെ കീഴിലാണ്. വളരെ കുറച്ച് ക്ഷേത്രങ്ങൾ മാത്രമേ ദേവസ്വം ബോർഡ് നേരിട്ട് കൈകാര്യം ചെയ്യുന്നുള്ളൂ. ദേവസ്വം ബോർഡുകളെ നിയന്ത്രിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിയമങ്ങളല്ല, മറിച്ച് സംസ്ഥാന സർക്കാർ നിയമങ്ങളാണ് നിലവിലുള്ളത്. ഇനി ഏതൊക്കെ നിയമത്തിന് കീഴിലാണ് ഈ ബോർഡുകൾ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. തിരുവിതാംകൂർ, കൊച്ചി ദേവസ്വം ബോർഡുകൾ പ്രവർത്തിക്കുന്നത് 1950 തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമപ്രകാരമാണ്. 2008 മലബാർ ദേവസ്വം ആക്ട് പ്രകാരമാണ് മലബാർ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത്. 1978 ഗുരുവായൂർ ദേവസ്വം ആക്ട് പ്രകാരമാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത്. ഇനി തമിഴ്നാട്ടിൽ മദ്രാസ് ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റ് ആക്ട് 1951 കീഴിലാണ് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ. കർണാടകയിലാണെങ്കിൽ കർണാടക ഹിന്ദുമത സ്ഥാപനങ്ങളും ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റ് ആക്ട് 1997 നിയമത്തിന് കീഴിലുമാണ് ക്ഷേത്രഭരണം നടക്കുന്നത്. അവസാനമായി വഖഫ് ബോർഡും ദേവസ്വം ബോർഡും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. രൂപീകരണവും ഉദ്ദേശങ്ങളും ഏകദേശം തുല്യമാണെങ്കിലും നടത്തിപ്പിലും അധികാര പരിധിയിലും വലിയ മാറ്റങ്ങളുണ്ട്. ദേവസ്വം ബോർഡുകൾ സംസ്ഥാന സർക്കാരുകൾ നേരിട്ട് ഭരിക്കുമ്പോൾ വഖഫ് ബോർഡുകൾ അങ്ങനെയല്ല. അതിന് സ്വയംഭരണാവകാശമുണ്ട്. സമയാസമയങ്ങളിൽ സംസ്ഥാന, കേന്ദ്ര ഗവൺമെൻറ്റുകൾക്ക് റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതി. ഇനി ഫണ്ടുകളുടെ ഉറവിടം. ക്ഷേത്രദാനം, ഭൂവരുമാനം, ദാനം എന്നിവയിൽ നിന്നുമാണ് ദേവസ്വം ബോർഡുകൾക്ക് ഫണ്ട് ലഭിക്കുന്നത്. വഖഫ് ബോർഡിനാണെങ്കിൽ വഖഫ് സ്വത്തുക്കൾ, സംഭാവനകൾ, സംസ്ഥാന ഗ്രാൻറ്റുകൾ, വാടക എന്നിവയിൽ നിന്നും. പ്രധാനമായും ഈ ഫണ്ടുകൾ ഉപയോഗിക്കുന്നത് ദേവസ്വം ബോർഡാണെങ്കിൽ ക്ഷേത്ര പരിപാലനവും ഉത്സവങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കും, വഖഫ് ബോർഡാണെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ മതപരവും വിദ്യാഭ്യാസപരവും ക്ഷേമപ്രവർത്തനങ്ങൾക്കും ഉപയോഗിച്ചു വരുന്നു. വസ്തുവകകളുടെ ഉടമസ്ഥത 2 ഇടങ്ങളിലും ബോർഡുകൾക്കാണ്. ഈ 2 പ്രധാനപ്പെട്ട ബോർഡുകളും നിലവിൽ വന്നതും അതാത് ജനവിഭാഗത്തിൻ്റെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമാണെങ്കിലും ഇവയുടെ നടത്തിപ്പും സമൂഹത്തിലെ ഇടപെടലുകളും എന്നും വിവാദങ്ങളിൽ ചെന്നുപെടാറുണ്ട്.